നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടുള്ള ഇടുക്കിയിലെ കവന്ത. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂലമറ്റത്താണ്. മൂലമറ്റത്തെ KSRTC സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നും വലത്തേക്ക് പോയാൽ നമുക്ക് മൂലമറ്റത്തെ തേക്കിൻകൂപ്പിലേക്കും ഇലപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുമൊക്കെ എത്തിച്ചേരാം. തേക്കിൻകൂപ്പിൻ്റെയും ഇലപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെയും വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാവുന്നതുമാണ്. ഇവിടെ നിന്നും നേരെയുള്ള വഴിയാണ് ഇന്ന് നമ്മൾ പോകുന്നത്, ആശ്രമത്തിലേക്ക് പോകുന്ന വഴി. ആ വഴി നേരെ വരുമ്പോൾ നമ്മൾ ഈ ഒരു ജംഗ്ഷനിൽ എത്തും. ഈ ജംഗ്ഷനിൽ നിന്നും വലത്തേക്കുള്ള വഴിയാണ് ആശ്രമം എന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, മൂവി ലൊക്കേഷൻ. ഇവിടെ നിന്നും ആശ്രമത്തിലേക്ക് 5 കിലോമീറ്ററും കവന്തയിലേക്ക് 9 കിലോമീറ്ററും ഉളുപ്പൂണിയിലേക്ക് 10.5 കിലോമീറ്ററുമാണുള്ളത്. വലത്തേക്കുള്ള വഴി നമ്മൾ യാത്ര തുടർന്നു. ഒരുപാട് ഹെയർപിൻ വളവുകളുള്ള ഒരു വഴിയാണിത്. ഇങ്ങനെ ഓരോ വളവിലും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാണാം. വേനലായതുകൊണ്ട് വെള്ളം ഒട്ടും തന്നെയില്ല. ഇതാണ് ആശ്രമം ജംഗ്ഷൻ. ശ്രീ ഭക്താനന്ദ ശബരി ആശ്രമം എന്നൊരു ബോർഡ് കാണാം. 2025 റിലീസായ എന്ന മലയാള സിനിമയുടെ ഒരു പ്രധാന ലൊക്കേഷനായിരുന്നു ഈ സ്ഥലം. ദിലീഷ് പോത്തനും ജാഫർ ഇടുക്കിയുമൊക്കെ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു. ആ സിനിമ നമ്മൾ കാണുമ്പോൾ ഇവിടെ ഒരു ചായക്കടയുണ്ട്. പക്ഷേ ശരിക്കും ഇവിടെ ഒരു ചായക്കടയില്ല. ആ മുന്നിൽ കാണുന്ന കല്ലുകൾ കൂടിക്കിടക്കുന്ന സ്ഥലത്തായിരുന്നു ചായക്കടയുടെ സെറ്റ് ഇട്ടിരുന്നത്. ഇവിടെ വരെയും KSRTCയുടെ ബസ് റൂട്ട് ഉള്ളതുമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും കവന്തയിലേക്ക് യാത്ര തുടങ്ങുകയാണ്. ഇവിടെ നിന്നും ഇനി 4 കിലോമീറ്റർ കൂടിയുണ്ട് കവന്തയിലേക്ക്. മൂലമറ്റത്ത് നിന്നും കവന്ത വരെ നല്ല കയറ്റമാണ്. അധികം തിരക്കില്ലാത്ത വഴിയാണ്, നിറയെ ഹെയർപിൻ വളവുകളുമുണ്ട്. നല്ല കയറ്റമായതുകൊണ്ട് പോകുന്ന വഴിയിലുടനീളം താഴ്വാരങ്ങളുടെ മനോഹരമായ കാഴ്ചകളും കാണാം. കവന്തയുടെ ഭംഗി അതേ രീതിയിൽ ഒപ്പിയെടുത്ത ഒരു സിനിമ തന്നെയായിരുന്നു അതിലെ കവന്ത സോങ്ങും എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഇവിടെ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. തൊട്ടടുത്താണ് ആശ്രമം കള്ള് ഷാപ്പ്. ഈ ഭാഗത്ത് വഴി പണ്ട് ഇടിഞ്ഞു പോയിരുന്നു. പിന്നീട് ഇവിടെ ഇങ്ങനെ കെട്ടിപ്പണിതാണ്. മനസ്സിലായോ? കവന്ത ടോപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ കുളമാവ് ഡാമിൻ്റെ ദൂരക്കാഴ്ചകളും കാണാം. അതുകൊണ്ട് തന്നെ ഇവിടം ഏകദേശം ഇടുക്കി വനത്തിൻ്റെ ഭാഗങ്ങളായിട്ട് വരും. വരുന്ന വഴി കീരിയെയും പാമ്പിനെയും ഒക്കെ കണ്ടിരുന്നു. അതൊക്കെ സാധാരണമാണ്. ഇവിടെ ഒരു മ്ലാവിൻ്റെ കുഞ്ഞിനെ കണ്ടിരുന്നു. വഴിക്ക് കുറുകെ ഓടിപ്പോകുന്നതാണ്. നമ്മളെ കണ്ടിട്ട് പേടിച്ച് ഓടിപ്പോയി. ഈ ഒരു ജംഗ്ഷൻ വരെയേ ടാറിംഗ് റോഡുള്ളൂ. വലത്തേക്ക് കാണുന്ന വഴി മേമുട്ടത്തേക്കാണ് ചെല്ലുന്നത്. നമുക്ക് ഇടത്തേക്കാണ് പോകേണ്ടത്. ഇവിടെ നിന്നും ഓഫ് റോഡ് തുടങ്ങുകയാണ്. അഡ്വഞ്ചർ റൈഡ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കവന്തയിലേക്കുള്ള യാത്ര വളരെയധികം ഇഷ്ടമാകും. ഹെയർപിൻ വളവുകളും വലിയ പാറകളുമൊക്കെ ഈ വഴിക്ക് കാണാം. വഴിയുടെ സൈഡിൽ ഇങ്ങനെ കുറേ ചെടികൾ കണ്ടു. മലയിഞ്ചിയാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്. വീണ്ടും ഓഫ് റോഡിലൂടെ യാത്ര തുടർന്നു. ഞങ്ങൾ കവന്തയിലെത്തിയിരിക്കുകയാണ്. വാഗമണ്ണിൽ നിന്നും 10 കിലോമീറ്ററാണ് കവന്തയിലേക്കുള്ളത്. മൊത്തത്തിൽ പുൽമേടുകൾ നിറഞ്ഞ കവന്ത നിരവധി സിനിമകൾക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടുമുണ്ട്. ഇതാണ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ സ്ഥലം. കവന്തയിൽ പുൽമേടുകളും ചുറ്റും നിറയെ മൊട്ടക്കുന്നുകളുമാണ്. അതുതന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ ഭംഗിയും. വേനലായതുകൊണ്ട് പുല്ലുകളെല്ലാം ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുകയാണ്. മഴക്കാലത്ത് നമ്മൾ വരുമ്പോൾ ഈ മലകളെല്ലാം പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ കവന്ത എത്തിയിരിക്കുകയാണ്. കവന്തയിലെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണിത്. ഇയോബിൻ്റെ പുസ്തകം സിനിമയിൽ പോലീസുകാരൻ അലോഷിയെ കൊല്ലാൻ ശ്രമിക്കുന്ന ഭാഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. 2014 റിലീസായ ഫഹദ് ഫാസിൽ നായകനായ ഇയോബിൻ്റെ പുസ്തകം സിനിമയിലെ ഒരു രംഗം നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാവും. പോലീസുകാർ അലോഷിയെയും ചെമ്പനെയും കൊല്ലാൻ ശ്രമിക്കുന്ന രംഗം. എക്കാലത്തെയും ഹിറ്റായ അലോഷിയുടെ ഒരു മാസ് ഡയലോഗുമുണ്ട്. ആ ലൊക്കേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. 2 വലിയ മൊട്ടക്കുന്നുകളുടെ ഇടയിലൂടെ കടന്നു പോകുന്ന മൺപാത. വേനലായതുകൊണ്ട് മലയിൽ തീയും ഇട്ടതാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ വഴിയെ കുറച്ചൊന്ന് നടക്കാം. മഴക്കാലത്ത് മൊട്ടക്കുന്നുകൾ കാണുവാൻ കൂടുതൽ ഭംഗിയായിരിക്കും. ഇപ്പോൾ മൊട്ടക്കുന്നിലെ പുല്ലുകൾ കരിഞ്ഞുണങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് കവന്തയുടെ ഭംഗി. നമ്മൾ വന്ന വഴിയുടെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സർക്കാർ ഭൂമിയുടെ അതിരുകൾ തീരുമാനിക്കുന്ന ജണ്ടകൾ കാണാം. വഴിയുടെ അപ്പുറയുള്ള മലകളുടെ കാഴ്ചകളും താഴ്വാര കാഴ്ചകളും നമ്മൾ വന്ന വഴിയുമൊക്കെ ഇവിടെ നിന്നും കാണാം. ഈ വഴി അങ്ങോട്ട് പോയാൽ നമുക്ക് ഉളുപ്പൂണിയിലേക്ക് ചെല്ലാം. പിന്നെ ഈ വഴി നല്ല രീതിയിൽ പണിത് വന്നാൽ കട്ടപ്പനയ്ക്ക് പോകുവാൻ എളുപ്പമായിരിക്കും. കവന്തയിൽ നിന്നും കട്ടപ്പനയിലേക്ക് ഏതാണ്ട് 40 കിലോമീറ്ററാണ് വരുന്നത്. നിലവിൽ നമ്മൾ കട്ടപ്പനയ്ക്ക് മൂലമറ്റത്ത് നിന്നും പോകുന്നതിലും ദൂരം കുറവുണ്ടാവും.
മലമുകളിൽ നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാം. ഇനി ഈ കാണുന്ന മൊട്ടക്കുന്നിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതും നല്ല ഓഫ് റോഡാണ്. പണ്ട് ഈ വഴിക്ക് ഒരു ജീപ്പ് വന്ന് ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിവ്. നടന്ന് ഈ മൊട്ടക്കുന്നിൻ്റെ മുകളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ കാഴ്ചയിൽ നിന്ന് തന്നെ വേനലിൻ്റെ ഒരു കാഠിന്യം നമുക്ക് ശരിക്കും മനസ്സിലാകും. മലമുകളിലൂടെ മൊത്തം ഓഫ് റോഡ് വഴികൾ കാണാം. നമ്മൾ നിന്ന സ്ഥലമാണ് താഴെ കാണുന്നത്. ടൂറിസ്റ്റുകളെയും കൊണ്ട് ഇതിലെയും ഓഫ് റോഡ് ജീപ്പുകൾ വരുന്നതാണ്. ദൂരെയായി ഒരുപാട് മലകളും കാണാം. വാഗമണ്ണിൻ്റെ ദൂരക്കാഴ്ചകളും ഇവിടെ നിന്നും കാണാം. ഇവിടെ നിൽക്കുമ്പോൾ 360 ഡിഗ്രി വ്യൂവിൽ നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ്. അവിടെ വേറെ ഒരു മൊട്ടക്കുന്ന് കണ്ടോ? ഇവിടെ വന്നിട്ട് ജീപ്പുകൾ അങ്ങോട്ടും അവിടെ നിന്നിങ്ങോട്ടുമൊക്കെ വരും. പല പല വഴികൾ നീണ്ടുപോയിട്ടുണ്ട്. ഒരു മലയിൽ നിന്നും അടുത്ത മലയിലേക്കുള്ള വഴികൾ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കുളമാവ് ഡാമിൻ്റെ ദൂരക്കാഴ്ചയും കാണാം. ഈ ഒരു വ്യൂ കിട്ടുവാൻ നമ്മൾ നടന്നോ വണ്ടിക്കോ ഒക്കെയും ഇവിടെ വരെയും എത്തണം. ഇത്തിരി മടുത്താലും ഈ കാഴ്ചകൾ ആസ്വദിക്കാമല്ലോ. നമ്മൾ ആ മലയിൽ നിന്നും താഴെ ഇറങ്ങി. ഇനി നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന മലയിലേക്ക് പോകാം. ഈ വഴി ഇത്തിരി ശ്രമകരമാണ്. സിൽവർ ഓക്ക് ട്രീയുടെ ഒരു തൈയാണിത്. തേനീച്ചകളെ ആകർഷിക്കുന്ന ഒരു ചെടിയാണ്. അപ്പുറയിൽ നിന്ന് നമ്മൾ കണ്ട മലയുടെ ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതാണ് ഇവിടെ നിന്നുമുള്ള കാഴ്ച. ഇവിടെ നിന്നും ഡാമിൻ്റെ കാഴ്ച കാണാം. പക്ഷേ ഇവിടെ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ കാഴ്ച അത്ര വ്യക്തമല്ല. പഴയ ഒരു മൂന്നാറിൻ്റെ പ്രതീതിയാണ് കവന്തയ്ക്ക്. അതാണ് നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നതും. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ അക്കരെ മലയിലൂടെ ടൂറിസ്റ്റുകളെയും കൊണ്ടുള്ള ജീപ്പുകൾ പോകുന്നത് കാണാം. നമ്മളാ കയറി ചെന്ന വഴി അവിടെ ടോപ്പിലാണ് ജീപ്പുകൾ വന്നിരിക്കുന്നത്. ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കവന്തയിലേക്ക് പോന്നോളുക. ഇപ്പോൾ നല്ല ചൂടാണ്. ചൂടൊക്കെ ഒന്ന് കുറയുമ്പോൾ വരുന്നതാവും കൂടുതൽ നല്ലത്. മഴക്കാലത്ത് വഴിയൊക്കെ ചെളിയാകും. അതും ഒരു അഡ്വഞ്ചർ ആണല്ലോ. നമ്മളിനി കവന്തയിൽ നിന്നും ഉളുപ്പൂണിയിലേക്ക് പോവുകയാണ്. ഓഫ് റോഡ് കഴിഞ്ഞു. ഇപ്പോൾ ടാറിംഗ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കപ്പക്കാനം ടണലിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്.